ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഈ മാമ്പഴക്കാലത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാമ്പഴ പച്ചടിയാണ്. നമ്മുടെ വിഷു സദ്യയിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ലൊരു വിഭവമാണ് ഈ മാമ്പഴം കൊണ്ടുള്ള പച്ചടി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. പച്ചടി ഉണ്ടാക്കാനായി ഞാനിവിടെ പഴുത്ത 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇനി നമ്മൾക്ക് മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാമ്പഴം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് മാമ്പഴം വേവുന്നത് വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങ വേവാൻ വച്ച സമയം കൊണ്ട് നമ്മൾക്ക് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇപ്പോ തേങ്ങയും ജീരകവും ഒക്കെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരണം. കടുക് ഒരുപാട് അരഞ്ഞു പോവരുത്, ഒന്ന് ചതഞ്ഞു കിട്ടിയാൽ മതിയാവും. ഇപ്പോ തേങ്ങയും ജീരകവും കടുകും ചേർത്ത പച്ചടിക്കുള്ള അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പച്ചടിയിലേക്ക് ഒഴിവാക്കാനാകാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് തൈര്. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനി കട്ടകളൊക്കെ ഉടച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുക്കുന്നതായിരിക്കും എപ്പോഴും പച്ചടിക്ക് നല്ലത്. ഇപ്പോ തൈര് നന്നായി കട്ടകളൊക്കെ ഉടച്ച് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് മാമ്പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. വെള്ളമൊക്കെ ഏകദേശം വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും അധികം വെന്തുടഞ്ഞു പോവാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് കിട്ടാൻ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മാമ്പഴപ്പച്ചടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരല്പം ശർക്കര കൂടി നമ്മൾക്ക് ചേർക്കാനുണ്ട്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ ശർക്കര ചീകിയതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാമ്പഴത്തിന്റെ മധുരം അനുസരിച്ച് ശർക്കര ചേർക്കുന്നതിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് തന്നെ തേങ്ങാരപ്പൊക്കെ നന്നായി വെന്ത് കിട്ടും. അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. ഇപ്പോ അരപ്പൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാമ്പഴ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം.
ഇത് തണുക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വരുന്ന ഒരു കറിയാണ്. അപ്പം ഈ ഒരു ഗ്രേവി ആയിരിക്കില്ല നമ്മൾ ഒന്ന് തണുത്ത് കഴിയുമ്പം ഇത്തിരി കൂടെ കട്ടി കൂടിയിട്ടുള്ള നല്ലൊരു പച്ചടിയായി കിട്ടും. കടായി നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ കറിയായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 വറ്റൽമുളക് ചെറുതായി നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കടുക് താളിപ്പ് നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചടിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി അടച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഈ താളിപ്പിന്റെ ഫ്ലേവറൊക്കെ പച്ചടിയിലേക്ക് നന്നായി ഇറങ്ങി വരും. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പച്ചടിയൊക്കെ കറക്റ്റ് പാകത്തിന് നല്ല കുറുകിയ ചാറോട് കൂടി വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.